ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര വീട് വിട്ട് ഇറങ്ങണം കേട്ടോ. ഈ സമയം ഇവരാണെങ്കിലോ പൂജിക്കാൻ വേണ്ടിയിട്ട് ഈ ആധാരവുമായി അമ്പലത്തിലോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ വസുന്ധരയെ കണ്ടോടെ തന്നെ നിധി പറയുന്നുണ്ട്, ആൻറ്റി എന്തിനാ ആൻറ്റി പോകുന്നത്? അപ്പോഴേക്കും ഇവിടെ പാറു പറയണേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി വസു നീ പുറത്തിറങ്ങുന്നു വേണ്ടത്, നീ ഉണ്ടാക്കിയ സാമ്രാജ്യം തന്നെയാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടവളല്ല എന്നിങ്ങനെ വസുന്ധരയോട് പറയുമ്പോൾ വസുന്ധര പറയണേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇവൾ നിൽക്കുന്ന വീട്ടിൽ ഒരിക്കലും എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണേ, നീ എന്താ വസു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഒരിക്കലും നീ ഇങ്ങനെ സംസാരിക്കാതെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിൻ്റെ വീടല്ലേ എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും പറയണേ, ഞാനില്ല, ഞാൻ പോകുന്നു. അപ്പോഴേക്കും നിധി പറയണത്, നോക്ക് ഇത് ആധാരമാണ്, ഞങ്ങൾ അമ്പലത്തിലോട്ട് പൂജിക്കാൻ പോവാണ്, ഒന്നല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലാവുകയല്ലേ ചെയ്ത് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്, ആൻറ്റിയും കൂടി വാ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന വസുന്ധര ഒന്ന് പോടി, നീയുള്ള വീട്ടിൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറയാം. അപ്പോൾ നിധി പറയണേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ആൻറ്റി എന്നെ ഇങ്ങനെ വെറുക്കുന്നത്? ഞാൻ ആൻറ്റിയോട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ആൻറ്റിയെ എനിക്ക് ഇഷ്ടമില്ലായകയില്ല, ആൻറ്റിയെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള സത്യമൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ വസു പറയാണ്, കൂടുതലായി നീ നിന്ന് ചിലക്കണ്ട, നീ നിന്ന് ചിലക്കുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പ്രണവും ഗൗതമും എന്തിനാണ് വെറുതെ അവരെങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഇവർ ഇനി നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണല്ലോ വന്നത് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവർ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ശിവാനി ഇങ്ങനെ തൻ്റെ അമ്മയോട് പറയാണ്, അമ്മേ ആ അപ്പുറത്തെ വീട്ടിൽ അവനില്ലേ, അവൻ അഡ്വക്കേറ്റ് അല്ലേ? ആ അതെ എനിക്കറിയാം, ആ വീട്ടിൽ അവന് ഇന്നിപ്പോൾ ഇവിടെ വരും, അതെന്തിനാടി അവൻ ഇവിടെ വരുന്നത്, അതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെത്താണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താണ് എന്നുള്ളത് അറിയാതെ രേണുക ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല, അച്ഛനില്ല, അച്ഛനെ കൊണ്ട് ആൻറ്റി ഫിസിയോതെറാപ്പിക്ക് പോയിക്കുകയാണ് ആ ചന്ദ്രി എന്ന് പറയാനിട്ട്. അത് കേൾക്കുന്നതിനോടുകൂടി അവർ രക്ഷപ്പെട്ടു, നല്ലൊരു സമയത്ത് തന്നെ അവർ വരുന്നത്, എന്തായാലും രക്ഷപ്പെട്ടു. എന്തിനാ ഇപ്പോൾ ഇവിടെ അവൻ വരുന്നതെന്ന് ചോദിക്കും. അതൊക്കെ അമ്മയെ വന്നിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പറയുമ്പോൾ ഉടൻ തന്നെ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇവൾ വിളിച്ചു വരുത്തുന്നത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഈ പയ്യൻ കയറി വരുന്നത്, ഈ വക്കീൽ കയറി വരുന്നത്. അപ്പോൾ ആൻറ്റി സുഖല്ലേ, എന്താ ആൻറ്റി പോവാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ പോകുന്നത് പേടിയാണെന്ന് പെട്ടെന്ന് രേണുകയെ പറഞ്ഞു വിട്ടതാണെന്ന് ശിവാനി അവിടെ പറഞ്ഞുണ്ടാക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിലൊരു തീരുമാനമാവുകയും ചെയ്തു. പിന്നീടാണെങ്കിലോ ഇവനെ വിളിച്ചു വരുത്തിയത് ഒരു ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടേണ്ട കാര്യത്തെയാണ്. എന്താ മോളെ ഈ പറയുന്നത്? അതെ, പ്രണവും ഞാനും ഇനി ഡിവേഴ്സ് ആവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, എന്താണ് ഇപ്പോൾ ഈ പറയുന്നത് എന്നുള്ള ആ ലെവലിൽ. അപ്പോൾ ഉടൻ തന്നെ എന്താടി, അതെ പ്രണവും ഞാനും ഇനി ഡിവേഴ്സ് ആണ്, വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇനിയൊന്ന് വന്നേ ഒരു മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് ശിവാനിയോട് ചോദിക്കുകയാണ്, നിനക്ക് വല്ല ഭ്രാന്തായോ, നീ ഭ്രാന്ത് മുത്ത് വലിയ പല കളികളും കളിക്കുന്നുണ്ട്, ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എന്തിനാണ് നീ ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? നിൻ്റെ ജീവിതം വെച്ചിട്ട് നീ കളിക്കണ്ട. ഇതിപ്പോൾ മോങ്ങാൻ നിൽക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ നിൻ്റെ ജീവിതം നീ വെറുതെ അവർക്ക് ഇട്ട് കൊടുക്കണ്ട. അവർക്കാണെങ്കിലും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നീ ഡിവേഴ്സ് പേപ്പർ അവരിലോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാവും. അതുകൊണ്ട് പ്രശ്നമല്ല, അവർക്ക് ഇഷ്ടമാവും, അവർ അതിന് ഒപ്പിട്ട് വേഗം നിനക്ക് പെട്ടെന്ന് ഡിവേഴ്സ് തരുമെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഈ പയ്യൻ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ, എൻ്റെ അമ്മേ, ഞാൻ അവനെ ഡിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവേഴ്സ് ചെയ്യുക തന്നെ ചെയ്യൂ, അല്ലാതെ എന്നെ ഇഷ്ടമില്ലാത്ത ഒരു ഭർത്താവിനെ ഞാനിങ്ങനെ പിന്നാലെ കൊണ്ടു നടന്നിട്ട് എന്താ? അയാൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അയാൾ അയാളുടെ പണി നോക്കി പോട്ടെ, അല്ലാതെ എന്താ, അയാൾ വേറൊരുത്തിയെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടു, ഇനി എന്തിനാ അയാളെ എനിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എടി പെണ്ണെ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങനെ ഒരു പണമുള്ള വീട്ടിലെ പയ്യനെ നിനക്ക് ഡിവേഴ്സ് ചെയ്യാൻ അവൻ ഇപ്പോഴത്തെ ആ ദേഷ്യപ്പുറത്ത് അങ്ങനെയൊക്കെ കാട്ടുന്നതാ, അവനെ എങ്ങനെയെങ്കിലും നിൻ്റെ വരുതിക്ക് വരുത്താൻ നോക്ക്. അത് കേൾക്കുന്നതിനോടുകൂടി ശിവാനി പറയണം, ഒരിക്കലും അവൻ എൻ്റെ പരിധിക്ക് വരില്ല, കാരണം നിധി എന്നുള്ളവൾ ഉള്ളത് കൊണ്ട് ഒരിക്കലും അവൾ എൻ്റെ പരിധിക്ക് ഒരിക്കലും വരില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി, എടി അതിനാണ് ഞാൻ പറയുന്നത്, നീ അമ്മ ഇനിയൊന്നും പറയണ്ട, ഞാൻ അവനെ ഡിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഡിവേഴ്സ് ചെയ്യും, എടി നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ, പൊന്നമ്മേ, ഞാൻ അവനെ ഒരിക്കലും ഡിവേഴ്സും ചെയ്യില്ല, അവനെ വിട്ടുപോവുകയും ചെയ്യില്ല, അവനെ ഒരു തരത്തിലും ഞാൻ ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോൾ ഞാൻ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡിവേഴ്സ് പേപ്പർ അവൻ്റെ മുന്നിലോട്ട് ഞാൻ അയച്ചു കൊടുക്കും, പിന്നീട് അവൻ നല്ല സന്തോഷത്തോടു കൂടി ഡിവേഴ്സ് ചെയ്യാൻ അവൻ ഒരുങ്ങും, കോടതിയിലെത്തുമ്പോൾ സത്യങ്ങൾ എനിക്ക് കോടതിക്ക് മുന്നിൽ ഞാൻ വിളിച്ചു പറയും, എന്നെ ഇവൻ ഒഴിവാക്കി വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയാണ് എന്ന് തെളിവ് സഹിതം ഞാൻ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും.
അവൻ്റെ മുഖംമൂടി കോടതിയും അറിയും. അതോടുകൂടി എൻ്റെ മാനസികാവസ്ഥ എനിക്കവിടെ ഞാൻ അവനെ അപ്പോൾ ഗർഭത്തിൻ്റെ കാര്യം രേണുക പറഞ്ഞിടുകയാണ്. അതിനൊക്കെ എനിക്ക് വഴിയുണ്ട്. എനിക്ക് നിധി എന്നെ ഒരുപാട് പീഡനങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ എനിക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞു. ആ കള്ളം എൻ്റെ ഭർത്താവിനോട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് പിടിക്കപ്പെട്ടപ്പോൾ എനിക്ക് തന്ന ശിക്ഷയാണ്. പക്ഷേ ഏതൊരു പെണ്ണും തെറ്റ് ചെയ്യില്ല. തെറ്റ് തിരിച്ചറിഞ്ഞ് തിരികെ കയറ്റല്ല വേണ്ടത്. അത് ചെയ്യാതെ ഇവൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുകയാണ് ചെയ്തത്. വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഒത്തു നിൽക്കുകയാണ്. ഒരിക്കലും എൻ്റെ പ്രണവ് എന്നെ ചതിക്കില്ല. പക്ഷെ പ്രണവിൻ്റെ മനസ്സെല്ലാവരും കൂടി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതൊക്കെ വെളിപ്പെടുത്തുമെന്ന് പറയാനായിട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി വക്കീൽ പറയണേ, ഇത് കൊള്ളാലോ, ഇത് അടിപൊളി ഐഡിയ ആണല്ലോ, എന്തായാലും നന്ന് എന്ന് പറയണേ. ഇത് കേൾക്കുന്ന ശിവാനി പറയാം, ഇത് കണ്ടോ അമ്മേ, വക്കീൽ പോലും സമ്മതിച്ചു. പിന്നെ ഇപ്പോൾ അമ്മക്ക് എന്താ സമ്മതിക്കാൻ മടി, ഇത് ഇത്ര മടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയില്ല കേട്ടോ. എന്നാൽ ഈ സമയം രേണുകയ്ക്ക് ഒരു ഭയമുണ്ട്. രേണുക പറയണത്, ഇത് വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുകയാണെങ്കിൽ നേരായ വഴിയിലൂടെ പോയാൽ പോരെ, നേരായ വഴിയിലൂടെ പോയാൽ അവൻ ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല, അതിന് ഏറ്റവും വലിയ വഴി ഇത് തന്നെയാണ് എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇവർ അമ്പലത്തിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ അർച്ചന ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അർച്ചനത്തട്ടിലോട്ട് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആധാരം ആരുടെ പേരിലാണ് പൂജിക്കേണ്ടത്, ഇത് ആരുടെ പേരിലാണ് ഈ ഒരു ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാൻ ഉത്തരമില്ല. അപ്പോൾ നിധിയുടെ പേരിലെന്ന് പറയാനും കഴിയുന്നില്ല. ഗൗതം, പ്രണവ്, നിധി ഒക്കെ ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ അവിടെ പാറു പറയണ, ഒരു കാര്യം ചെയ്യാം, 3 പേരുടെയും പേര് എഴുതിയിടാൻ ഞാൻ, എന്നിട്ട് ഇവരിൽ ആരെ പേരാണ് വരുന്നത് അവരുടെ പേരിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചനത്തട്ടിൽ ആ ഒരു പേര് എഴുതിയിടാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇവർ അമ്പലത്തിലോട്ട് പോവുകയാണ്. പൂജാരി പൂജിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് പോവുകയാണ്. ആ സമയം ഇവർ ഫോളോ ചെയ്തൊരു ഗുണ്ട വരുന്നുണ്ട് കേട്ടോ. അതായത് CKC ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഗുണ്ടകളോട് പറയാണ്, നിധി എങ്ങോട്ടാ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവൾ എവിടെ നിൽക്കുന്നു, അവളുടെ പിറകെ നിർമ്മലയുണ്ടെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി, നിർമ്മല എവിടെയെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രകാരമാണ് ഇവർ അമ്പലത്തിലെത്തുന്നു കേട്ടോ. അങ്ങനെ പൂജാരി അർച്ചനയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരികയാണ്. അങ്ങനെ പൂജാരി പറയാണ്, ഇതാ പൂജിക്കലൊക്കെ കഴിഞ്ഞു, തട്ടിൽ വെച്ച 3 പേരുടെയും പേരുണ്ട്, ഇതിലൊരു കന്യക വന്ന് എടുക്കണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചേച്ചി എടുത്തോ എന്ന് പ്രണവ് പറയാണ്. ഞാൻ കന്യകയല്ലല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ, അപ്പോൾ ഇനി കന്യകയെ എവിടെ നിന്ന് കിട്ടും എന്നിങ്ങനെ പ്രണവ് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതിനോട് കൂടി ആ വരുന്നു എന്ന് പറഞ്ഞ് ഐശ്വര്യയെ കാണിക്കാൻ കേട്ടോ. ഐശ്വര്യയെ കാണുന്നതിനോട് കൂടി ഞെട്ടിപ്പോവാണ് എല്ലാവരും. പ്രണവാണെങ്കിലും പറയാൻ വാക്കുകളില്ല. പ്രണവ് ഹിമവെട്ടാതെ അവളെങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, എൻ്റെ പ്രണവ് കണ്ണൊക്കെ ഒന്ന് പിടിച്ചോ, അല്ല എങ്കിൽ എന്ന് പറയുമ്പോൾ പ്രണവും ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഐശ്വര്യ പറയണേ, എന്തിനാ ചേച്ചി എന്നോട് വരാൻ പറഞ്ഞത്, അതൊക്കെ ഉണ്ട്, കൂട്ടിക്കോ, നീ ഇവിടെ ഈ അർച്ചനത്തട്ടിൽ നിന്നും ഇതിലിരിക്കുന്ന ഒരാളുടെ പേരെടുത്തേ എന്ന് പറയണേ. എന്താ നിങ്ങൾ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല, നീ എടുക്കുക എന്ന് പറയണേ. അങ്ങനെ അർച്ചനത്തട്ടിൽ നിന്നും ഒരാളുടെ ഒരു കടലാസ് അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് പൊളിച്ച് വായിച്ച് നോക്കുമ്പോൾ അതിൽ നിധി എന്നായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ പാറവും ഗൗതമും പ്രണവൊക്കെ പറയണേ, ഞങ്ങൾ ആഗ്രഹിച്ച ആളുടെ പേര് തന്നെ കിട്ടി, അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് നിധി എന്ന പേരായി എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിധിയാണെങ്കിലോ ഇങ്ങനെ പോവാനുള്ള ഒരു തത്രപ്പാടാണ്. അതായത് നിർമ്മലയെ ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവരണമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ പറയാണ്, നമുക്കിനി എന്തായാലും ഒരു ഹോട്ടലിൽ പോയി ചായ കുടിക്കാമെന്ന് പറയാണ് പ്രണവ്. അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയാണ്, ഹോട്ടലിൽ പോയി ചായ ഒന്നും കുടിക്കേണ്ട, കാരണം ഞങ്ങൾക്ക് തിരക്കുണ്ട് എന്ന് നിധി പറയണേ. എനിക്കൊരു സ്ഥലം വരെ പോകണം, പ്രണവിന് ഈ ഐശ്വര്യയും കൊണ്ട് പോയിക്കോ എന്ന് പറയണേ. അത് കേൾക്കുന്നതിന് ഞാനും ഐശ്വര്യയും മാത്രം, ഓ അത് കുഴപ്പമില്ല, നിങ്ങൾ 2 പേരും പോയിക്കോ എന്ന് പറയണേ. അങ്ങനെ അവർ പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പാറുവാണെങ്കിൽ, ഈശ്വര ഇവനും ഇവളും പെട്ടെന്നൊന്ന് കല്യാണം കഴിച്ചെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു സമാധാനമായിരുന്നു എന്നിങ്ങനെ പാറു പറയുന്നുണ്ട്. ആ സമയം നിധി പറയണേ, ഞാൻ പോട്ടെ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, നിർമ്മലാമ്മയെ കൊണ്ടുവരണം. അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതം പറയാം, ഞാനും കൂടി വരട്ടെ. അത് വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം, എന്തായാലും ഞാൻ പോട്ടെ, ഗൗതം അമ്മയും കൊണ്ട് വീട്ടിലോട്ട് പൊയ്ക്കോ എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ഉടൻ തന്നെ പാറു ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട്, അതേ അവൾ അവിടോട്ട് വരുന്നതിൽ എനിക്ക് നല്ല പേടിയുണ്ട്, ഒരിക്കലും എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടരുത്, എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടാൽ ഞാൻ മരിക്കുകയുള്ളൂ, അത് നീ ഓർക്കുന്നത് നല്ലതാണ്. ആ ഒരു ഇതോടുകൂടി നീ അവൻ്റെ മുന്നിലോട്ട് അവളെ കൊണ്ടുവന്നാൽ മതി എന്നുള്ള സത്യവും വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ.